അപ്പം മച്ചാന്മാരെ ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം. പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഞാൻ പുതിയ യൂട്യൂബറാണ്. ഒരു 8 മാസം മുന്നേ എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് 2 ദിവസം മുന്നെയാണ് എനിക്ക് സ്ട്രൈക്ക് വന്നത് ഞാൻ കണ്ടത് ട്ടോ. പക്ഷെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈറ്റി സ്റ്റുഡിയോയിൽ പോയതിന് ശേഷമാണ് ഞാനത് കണ്ടത്. അല്ലെങ്കിൽ ഞാനത് കാണത്തില്ലായിരുന്നു. പക്ഷെ അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം അത് മാത്രമല്ല. നമ്മൾ കണ്ടൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ മാത്രം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് നമ്മളത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ യൂട്യൂബ് തരുന്ന മ്യൂസിക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും നമ്മളിതിൽ നിന്നെടുത്ത് ഇടാതിരിക്കുക. കാരണം ആരാണ് എന്താണ് എപ്പോഴാണ് നമുക്കിത് തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കി നല്ല നല്ല ഇടാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ റീച്ചൊക്കെ നമുക്ക് പതുക്കെ കിട്ടുള്ളൂ. പക്ഷെ അത് മതി, അങ്ങനെ ചെയ്താൽ മതി. എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് എനിക്കിത് വെച്ച് പുട്ടടിക്കണം എന്നുള്ള ചിന്താഗതിയിലല്ല ഞാൻ നടന്നൊരു വ്യക്തിയല്ല. അപ്പം എനിക്കിതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് എൻ്റെ ചുറ്റുപാടിൽ കുറേ പേര് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതായത് ഒന്ന് ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത വ്യക്തികളുണ്ട്. അവർക്കൊക്കെ 10 രൂപ എങ്ങനെയെങ്കിലും കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു ചിന്താഗതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരുടെയും മൈൻഡ് ഒരേപോലെ ആയിരിക്കില്ല, എല്ലാവരുടെ ആഗ്രഹങ്ങളും ഒരേപോലെ ആയിരിക്കില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം അതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് വേണ്ടി തന്നെയായിട്ടല്ല ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുകൊണ്ട് മറ്റൊരാൾക്കും കൂടെ ഉപകാരം ഉണ്ടാകട്ടെ എന്നും പറഞ്ഞ് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, എൻ്റെ കയ്യിൽ വലിയ 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 കണ്ടൻറ്റുകളൊന്നും ആയിരിക്കില്ല. പക്ഷെ ഞാൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി കണ്ടൻറ്റുകളുണ്ട്. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ നല്ല ഫോണല്ല, ഒരു പരട്ട സെറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് പരട്ട സെറ്റാണെങ്കിലും എനിക്കിപ്പോൾ തൽക്കാലം എനിക്ക് ഉപകാരമുണ്ട്. അപ്പോൾ എന്നേ പോലും എനിക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ നല്ല നല്ല കണ്ടൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് കോപ്പി അടിച്ച് ചെയ്യാതിരിക്കുക. ഇനി എൻ്റെ ചാനൽ എന്നാ പോണേന്ന് അറിയത്തില്ല. എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രൈക്ക് ഇനി ആർക്കും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് ഏതാണ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഞാനെന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ ഡിലീറ്റ് അടിച്ചു. ഡിലീറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിനെ അത് നന്നായിട്ടും ബാധിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഡിലീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ആദ്യം തന്നെ ശ്രമിക്കുക. പിന്നെ ഡിലീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതിനകത്ത്. സോങ് ആണെങ്കിൽ സോങ് മാറ്റാനും ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇനിയുള്ള യൂട്യൂബേഴ്സ് മൊത്തം ശ്രമിക്കുക, നല്ല നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തരാം കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് എന്തായാലും ഇനിയും വരുവേ.